അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, അള്ളാഹു സന്തോഷം തരട്ടെ. നമ്മളെ ദുറൂസിൽ 3-ാം ക്ലാസ്സിലെ ദുറൂസിൽ 2-ാമത്തെ ഭാഗത്തിലെ 8-ാമത്തെ പാഠം ജരീദത്തു സിറാജ്, സിറാജ് പത്രം എന്നുള്ള പാഠാട്ടോ. മുഹമ്മദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇത് കേട്ട കച്ചവടക്കാരൻ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു മാദാ തുരീദു. കടയ്ക്ക് പോയതാണ് മുഹമ്മദ് മോനെ. കടക്കാരനോടായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ കടക്കാരൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു മാദാ തുരീദു. താങ്കൾക്ക് എന്താണ് വേണ്ടത്? സലാമിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മാദാ തുരീദു, താങ്കൾക്ക് എന്താണ് വേണ്ടത്? മുഹമ്മദ്, ബികം ഹാദൽ കലം, ഈ പേനയ്ക്ക് എത്രയാണ് വില? ഈ പേനയ്ക്ക് എത്രയാണ് വില? അൽ ബായി, കച്ചവടക്കാരൻ, ബിറൂബിയ കം കലമൻ തുരീദു, 1 രൂപ. താങ്കൾക്ക് എത്ര പേന വേണം? മുഹമ്മദ്, ഉരീദു സലാസത അഖ്ലാം, കലമിൻ്റെ ബഹുവചനാണ് അഖ്ലാം. കലം പറഞ്ഞ പേന, അഖ്ലാം പറഞ്ഞ പേന. എനിക്ക് 3 പേനകൾ വേണം. സലാസത്ത് പറഞ്ഞ 3 പേനകൾ വേണം. അൽ ബായി, വാഹിദ് ഇസ്നാൻ സലാസ് മാദാ തുരീദു ബഅദു, കച്ചവടക്കാർ 1 2 3. താങ്കൾക്ക് ഇനി എന്താണ് വേണ്ടത്? മാദാ തുരീദു ബഅദു, ഇനി എന്താണ് വേണ്ടത്? മുഹമ്മദ്, ജരീദത്തു സിറാജ്, സിറാജ് പത്രം വേണം. അൽ ബായി, സലാസത്തു അഖ്ലാം ബിസലാത്തി റൂബിയ വൽ ജരീദത്തു ബി7 റൂബിയ വനിസ്ഫ് അൽ മജ്മൂ 10 റൂബിയ വനിസ്ഫ്. കച്ചവടക്കാരൻ പറയാ, 3 പേനകൾക്ക് 3 രൂപ വേണം. 3 രൂപയും ശരിയല്ലേ? ഒരു പേനക്ക് 1 റുപ്യല്ലേ? 3 പേനക്ക് 3 രൂപ. 3 രൂപയും പത്രത്തിന് 7.5 രൂപ, 7 രൂപ 50 പൈസയും. ആകെ 10 രൂപ 50 പൈസ വേണം. ആകെ 10 രൂപ 50 പൈസയാണ്. മുഹമ്മദ്, ഹാദിഹി 20 റൂബിയ. മുഹമ്മദ്, ഹാദിഹി 20 റൂബിയ, ഇതാ 20 രൂപ. അൽ ബായി, ഹാദാ ഹുവൽ ബാക്കി 9 റൂബിയാത്ത് വനിസ് ശുക്രൻ ജസാക്കല്ലാഹു ഖൈറ. അൽ ബായി, കച്ചവടക്കാരൻ, ഹാദാ ഹുവൽ ബാക്കി 9 റൂബിയാത്ത് വനിസ് ശുക്രൻ ജസാക്കല്ലാഹു ഖൈറ. കച്ചവടക്കാരൻ പറയാ, ഇതാണ് ബാക്കി തുക 9.5 രൂപ. നന്ദി, അല്ലാഹു തആല താങ്കൾക്ക് നല്ലത് നൽകട്ടെ. അങ്ങനെയൊക്കെയാണ് കടയിൽ പോയാൽ ചെയ്യേണ്ടത്. മുഹമ്മദ്, അഫ്വൻ, ആമീൻ വഇയ്യാക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഫ്വൻ, നമ്മൾ ഒരു വാക്കർത്ഥം സാരമില്ല എന്നാ, പക്ഷെ ഇവിടെ തല്ലപ്പോൾ ഉദ്ദേശം. ഇങ്ങനെ പറഞ്ഞാൽ ശുക്ർ പറഞ്ഞാൽ അഫ്വൻ എന്നറിയും, ശുക്രൻ എന്ന് പറഞ്ഞാൽ അഫ്വൻ എന്നറിയും. മറുപടി അറിയും. ആമീൻ, നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അൽ ബായി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിപ്പോൾ ഒരു സംഭാഷണമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുകയാണെങ്കിൽ അറബിയിൽ ഒരു കടയിൽ പോയാൽ എങ്ങനെ സംസാരിക്കുക എന്നിപ്പോൾ മനസ്സിലായി. ഇതിപ്പോൾ നിങ്ങൾക്കൊരു തോണ്ടിത്തരലാണ്, അതൊന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുക അറബിയിൽ എന്നിട്ടോ. അതേമാതിരി ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന കുട്ടികളല്ല, പക്ഷെ നിങ്ങൾക്ക് മെല്ലെ വലിയ രൂപത്തിലെത്താൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കണ്ടുങ്ങൾ, നമ്മൾ കടയിൽ പോകുമ്പം മാന്യമായിട്ടാണ് പെരുമാറേണ്ടത് കടക്കാരോട്. അവരുടെ ധൃതിയൊക്കെ മനസ്സിലാക്കി, തിരക്കെല്ലാം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇടപെടണം. പിന്നെ നന്ദി പറയണം. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിലും
അയാളിപ്പോൾ അത് കൊടുന്നോണ്ട് നമുക്ക് സാധനം കിട്ടിയത് ഇവിടെ നമ്മൾ വേറെ കടയിൽ പോകേണ്ടി വരില്ലേ, വേറെ ദൂരത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരില്ലേ. അതൊക്കെ സേവനമാണ് ബിസിനസ്സൊക്കെ. അപ്പോൾ നമ്മൾ നല്ല നല്ല പെരുമാറ്റത്തിൽ പെരുമാറുക എന്നൊക്കെ ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നു കേട്ടോ. ഈ തദ്രീബാത്തുണ്ട്. നഖറഉ വനഫ്ഹമു. നഖറഉ വനഫ്ഹമു വായിച്ച് മനസ്സിലാക്കാനാണ്. മാതാർണ എന്താ? എന്ത്? മാതാർണ എന്ത്? ബിക്കം പറഞ്ഞ എത്രക്ക്. കലം എന്ന് പറഞ്ഞ പേന. മജ്മു അൽ മജ്മു പറഞ്ഞ ആകെ ടോട്ടൽ. ബായി പറഞ്ഞ കച്ചവടക്കാരൻ. തുരീദു നീ ഉദ്ദേശിക്കുന്നത്. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. തുരീദു നീ ഉദ്ദേശിക്കുന്നു. ഉരീദു ഞാൻ ഉദ്ദേശിച്ചു. അവിടെ തൂ നായപ്പോൾ നീ നായി, ഊ നായപ്പോൾ ഞാൻ നായി. റൂബി പറഞ്ഞ രൂപ. റൂബി പറഞ്ഞ രൂപ, ഉറുപ്പിക രൂപ. ബാക്കി പറഞ്ഞ ബാക്കി തന്നെ. അത് ബാക്കി അറബി, മലയാളത്തിൽ ബാക്കി വ്യത്യാസമുള്ളൂ. ബക്കാ എബക്കി, ബക്കാ ബാക്കി കേട്ടോ. ബക്കാ ബാക്കി അറബിയിൽ, മലയാളത്തിൽ ബാക്കി. ബാലൻസ് ഇംഗ്ലീഷിൽ പറയും. നിനക്കറവ് വായിക്കാനാണ്. വാഹിദ് ഇസ്നാൻ സലാസ അർബഅ ഖംസ സിത്ത സബ്അ സമാനിയ തിസ്അ അശ്റ. വെച്ചാണ് വാഹിദ് ഇസ്നാൻ സലാസ അർബഅ ഖംസ സിത്ത സബ്അ സമാനിയ തിസ്അ അശ്റ. ഖലമും വാഹിദ് ഒരു പേന. ഖലമാനി രണ്ട് പേന. സലാസത്തു അഖ്ലാം മൂന്ന് പേന. അർബഉ അഖ്ലാം നാല് പേന. ഖംസത്തു അഖ്ലാം അഞ്ച് പേന. സിത്തത്തു അഖ്ലാം ആറ് പേന. സബഅത്തു അഖ്ലാം ഏഴ് പേന. സമാനിയത്തു അഖ്ലാം എട്ട് പേന. തിസ്അത്തു അഖ്ലാം ഒമ്പത് പേന. അശ്റത്തു അഖ്ലാം 10 പേന. നിങ്ങൾ കണ്ട മക്കളെ, സലാസത്തു അഖ്ലാം, അർബഅത്തു അഖ്ലാം, ഖംസത്തു അഖ്ലാം, സബഅത്തു അഖ്ലാം, സമാനിയത്തു അഖ്ലാം, തിസ്അത്തു അഖ്ലാം, അശ്റത്തു അഖ്ലാം. പിന്നെ ബിൻതും വാഹിദ, ബിൻതാനി, സലാസു ബനാത്തിൻ, അർബഉ ബനാത്തിൻ, ഖംസു ബനാത്തിൻ, സിത്തു ബനാത്തിൻ, സബ്ഉ ബനാത്തിൻ, സമാനു ബനാത്തിൻ, തിസ്ഉ ബനാത്തിൻ, അശ്റു ബനാത്തിൻ. അവിടെയൊക്കെ എന്തായി? നമ്മൾ ഒരു പെൺകുട്ടി എന്നെങ്ങനെ പറയാം? ബിൻതും വാഹിദ ഒരു പെൺകുട്ടി. ബിൻതാനി രണ്ട് പെൺകുട്ടി. സലാസു ബനാത്തിൻ മൂന്ന് പെൺകുട്ടി. അങ്ങനെയാണ് പറയേണ്ടത്. ബിൻതും വാഹിദ ഒരു പെൺകുട്ടി. ബിൻതാനി രണ്ട് പെൺകുട്ടി. മൂന്ന് പെൺകുട്ടിക്ക് എന്താ പറയുക? സലാസു ബനാത്തിൻ. നക്തുബു കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതുക. കിതാബുൻ പുസ്തകം. കുത്തുബൻ പുസ്തകങ്ങൾ. ഇവിടെ ഏകവചനാണ്, അപ്പുറത്തെ വരിയിൽ ബഹുവചനാണ്. അപ്പോൾ ഏകവചനം മുഅല്ലിമത്തുൻ അധ്യാപിക. ഇനി മുഅല്ലിമാത്ത് എന്ന് പറഞ്ഞാൽ അധ്യാപികമാർ. അധ്യാപികമാർ ടീച്ചർ, ടീച്ചേഴ്സ്. വലതുൻ ആൺകുട്ടി. ഔലാദുൻ ആൺകുട്ടികൾ. ഉണ്ടോ? ആൺകുട്ടി, ആൺകുട്ടികൾ. ബിൻതുൻ പെൺകുട്ടി. ബനാത്തുൻ പെൺകുട്ടികൾ. ഇത് ഏകവചനം, അത് ബഹുവചനം. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് വിഷയമാണ് പഠിക്കുന്നത് പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞ് അവൻ്റെ വേണ്ടാച്ചതാണത്. അത് കുട്ടികളെ നിങ്ങളെ ബുദ്ധിക്ക് പറ്റിയാലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചത് നിങ്ങളോട് പറയാനുള്ള ബുദ്ധിയല്ലല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പിന്നെ പറയാം കേട്ടോ. പത്തപ്പോൾ ഈ ക്ലാസ്സിൽ പോയി പഠിച്ചല്ല. നിങ്ങളിപ്പോൾ അത് എങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി. നംലഉൽ ഫറാ മിമ്മാ ഫിൽ ഖൗസൈനി. ഇനി നമ്മൾ ഈ ഓരോന്നും വിട്ട ഭാഗത്തേക്ക് നിങ്ങളാ കോളത്ത് നിർത്തി എഴുതണം. ഇപ്പോൾ അർബഉ എന്ന് പറഞ്ഞാൽ അർബഉ ബിൻതി എന്നാ പറയുക, അർബഉ ബനാത്തി എന്നാ പറയുക, അർബഉ വലതി എന്നാ പറയുക. അവിടെ അർബഉ ബനാത്തി എന്നാ പറയുക. എന്തുകൊണ്ട്?
അവിടെ എണ്ണണ സംഖ്യ മുദക്കറാകുമ്പോൾ മഅദൂദ് എണ്ണം മുദക്കറാകുമ്പോൾ എണ്ണണ സംഖ്യ എന്താക്കണം, എണ്ണപ്പെടുന്നത് മുഅന്നസാകുമ്പോൾ എണ്ണത്തിന് എന്താക്കണം, മുദക്കറാക്കണം. നേരെ തിരിച്ചും മറിച്ചും ആക്കുക. അതൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലാകും. ബിൻത്തിൻ്റെ ബഹുവചനാണ് ബനാത്ത്. അപ്പോൾ ബനാത്ത് പറഞ്ഞ് പെണ്ണാണ്, മുഅന്നസാണ്. അപ്പോൾ എണ്ണം എന്ത് ചെയ്യണം, മുദക്കറ അർബഉ പറയും. അഷറത്തു ആബാ, അഷറത്തു ഉമ്മഹാത്ത് ഉണ്ട്, അഷറത്തു ആബാ ഉണ്ട്, അഷറത്തു അബിൻ ഉണ്ട്. അവിടെ അഷറത്തു ആബാ. സമാനിയത്തു ഔലാദ്, അവിടെ സമാനിയത്തു ഔലാദ് എന്നാ പറയുക, താലിബാത്ത് എന്നാ പറയുക, താലിബത്ത് എന്നാ പറയുക. സമാനിയത്തു ഔലാദ്. ആദ്യത്തെ നമ്മൾ പറഞ്ഞ സമാനിയത്തു അഖ്ലാം. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി. അഖ്ലാം പറഞ്ഞപ്പോൾ എന്തേ പറഞ്ഞ്, സമാനിയത്തു അഖ്ലാം എന്നാ പറഞ്ഞത്. ഇനി സിത്തു താലിബാത്ത് ഉണ്ട്, അഷറത്തു താലിബാത്ത് ഉണ്ട്, ഹംസത്തു താലിബാത്തും ഉണ്ട്. അവിടെ സിത്തു എന്നാണ്, കാരണം താലിബാത്ത് എന്നുള്ള മുഅന്നസാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതതിനെ മുദക്കറാക്കണം. സിത്തത്തു എന്ന് പറയാൻ തെറ്റാണ്. സിത്തത്തു അല്ല പറയാം, സിത്തു എന്നാ പറയാം. ഹംസത്തു എന്നല്ല പറയാം, അഷറത്തു എന്നല്ല പറയാം. അവിടെ ഇത് യോജിക്കുള്ളൂ. തിസ്ഉ ഔറാഖ്, ഔറാഖ് അവിടെ സബഅത്തു എന്നല്ല, അർബഅത്തു അല്ല, തിസ്ഉ എന്നാ പറയുക. തിസ്ഉ ഔറാഖ്. ഹാദിഹി ബിൻതുൻ, അവിടെ ഹാദ ബിൻതൊന്നും പറ്റില്ല. ഹാദ പറയണമെങ്കിൽ ശേഷമുള്ളത് മുദക്കറാകണം. ഹാദിഹി ബിൻതുൻ. മുഅല്ലിമത്തുൻ, അപ്പോൾ ഹാദിഹി മുഅല്ലിമത്തുൻ, ഹാദിഹി മുഅല്ലിമത്തുൻ. ഇവിടെ ഹാദിഹിൻ്റെ ശേഷം മുഅല്ലിമെന്ന് പറഞ്ഞാൽ പറ്റൂല, മുഅല്ലിമത്തുൻ എന്ന് പറയണം, പെണ്ണായതുകൊണ്ട്. കൊച്ചു കൊച്ചു വാക്കുകളാണ്, നിങ്ങളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. അപ്പം നിങ്ങളോട് പറയല്ലേ. നുഇദ്ദു ഹിവാറൻ ബൈന ജാബിരിൻ വ ബായിഇ, ജാബിരിൻ്റെയും കച്ചവടക്കാരൻ്റെ ഇടയിലുള്ളൊരു സംഭാഷണം തയ്യാറാക്കാനാണ്. ഇപ്പോൾ പീഡിക്കാരാണ് പോയിക്കണത്, ജാബിറാണ്. അപ്പോൾ ജാബിർ പീഡിക്കുന്നപ്പോൾ കച്ചവടക്കാരൻ ജാബിറിന് അഹ്ലൻ വസഹ്ല അയ്യ ഖിദ്മ, അഹ്ലൻ വസഹ്ല അയ്യ ഖിദ്മ, സ്വാഗതം, എന്ത് സേവന വേണ്ടേ. ഉരീദു കലമം വ ദഫ്തറം മിൻ ഫളിക്, എനിക്ക് ഒരു ബുക്കും പേനയും വേണം. തായ് തഫല്ലൽ, ഹാദാ ഹുവൽ കലം വ ദഫ്തർ, ഇതാ പേനയും ബുക്കും. ജാബിർ കമിസമനു, എത്രയാ വില. ബായി അസമനു അഷറത്തു റൂബിയ, 10 റുപ്യ. ജാബിർ തഫല്ലൽ അന്നഖൂൽ ശുക്രൻ ജസീല, ഇതാ പൈസ, ഇതാ ശുക്രൻ ജസീല. നേരത്തെ പറഞ്ഞ പോലത്തെ. അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾക്ക്, അർത്ഥമാണെങ്കിൽ ഇതാക്കണം. ഇവിടെ വായിച്ചാൽ വയ്ക്കുന്നത് വായിച്ചോളൂ. അപ്പം ഇങ്ങനെ ചെറുതാക്കാൻ വയ്ക്കുന്നില്ല, ചെറുതാക്കുമ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ബായി അഖിലം വസഹലൻ അയ്യ ഖിദം പറഞ്ഞില്ലേ, അവിടെ പറയുമ്പോൾ സ്വാഗതം, എന്ത് സഹായമാണ് വേണ്ടത്. ജാബിർ ഉരീദു കലമം വ ദഫ്തറം മിൻ ഫളിക്, എനിക്കൊരു പേനയും ബുക്കും വേണമായിരുന്നു ദയവായി. ബായി തഫല്ലൽ ഹാദാ ഹുവൽ കലം വ ദഫ്തർ, ഇതാ പിടിച്ചോളൂ പേനയും ബുക്കും. ജാബിർ കമിസമൻ, എത്രയാണ് വില. ബായി അസമനു അഷറത്തു റൂബിയ, വില 10 രൂപയാണ്. ജാബിർ തഫല്ലൽ അന്നുഖൂദ ശുക്രൻ ജസീല, ഇതാ പണം, വളരെ നന്ദി. ഇതപ്പോൾ സംഭാഷണം. ഞാൻ അറബിയിലാണ് അവിടെ തയ്യാറാക്കാൻ പറഞ്ഞത്. അതിനവിടെ മലയാളം അറബിയും കൂടി എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പഠിക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാൻ എത്തി വേറൊന്ന് എഴുതിയെന്ന് മാത്രം. അള്ളാഹു ഖബൂലാക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്.
ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടോരെ ഖബർ വിശാലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ആരോഗ്യവും ആഫിയത്തും നിന്റെ ഇഷ്ടത്തിലായി ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.